PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേരള PSC ഏപ്രിൽ 18 +2 ലെവൽ പ്രാഥമിക പരീക്ഷ 2ാം ഘട്ട ചോദ്യപേപ്പർ അതിൻ്റെ ഉത്തരസൂചികയാണ് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, കേരള PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഇഷ്ടംപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വീഡിയോയിൽ തന്നെ ഒരു 5 ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെയും ആർട്ടിക്കിളും ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കോ. CE 9ാം നൂറ്റാണ്ടിൽ മാർ സാബിർ ഈസോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. ഓപ്ഷൻ ബി. ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ഹാർവി ശ്ലോകം. ഓപ്ഷൻ ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് അൽ ഹിലാൽ. മെൻഷെവിക് പാർട്ടി നേതൃത്വം നൽകിയത്, പാർട്ടിക്ക് നേതൃത്വം കെരൻസ്കി. 2ാം ലോകമഹായുദ്ധം. അതിന് ആൻസർ ഇല്ല കേട്ടോ. പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഓസ്ലോ. മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. GPS പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം IRNSS. ഓപ്ഷൻ ഡി. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെന്ന് പറഞ്ഞ് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തൊരു ക്ലാസ് ഈ 2-3 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഉള്ളതാണ്. ഒറ്റ വീഡിയോയിൽ വിവരാവകാശം, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണേ. വിവരാവകാശ നിയമം നിലവിൽ വന്ന 2005. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഗവേണൻസ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ടത് ലോക്പാൽ. കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നെഹ്റുവാണ്. ഒറ്റ ചാപ്റ്ററിൽ നിന്ന് 5 ചോദ്യം വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയും മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും. കഴിഞ്ഞ ഘട്ടത്തിലും 5 ചോദ്യം അതിൽ നിന്ന് വന്നു, ഈ ഘട്ടത്തിലും 5 ചോദ്യം വന്നു. ഇതും ഇനി വരുന്ന ക്വസ്റ്റ്യൻസും. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ടാണ്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇത്രയും ആ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് വന്നാണൊരു മിനിഞ്ഞാന്നാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 112. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ രഘുറാം രാജൻ. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് 2015 മെയ് 9. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പാക്കുക. ഓപ്ഷൻ എ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഖനനമാണ്. പ്രാഥമിക മേഖലയിൽ പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഖനനമാണ് ആൻസർ. കോശ ശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ്. ലോക പ്രമേഹ ദിനം നവംബർ 14. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണം ഫംഗസ്. മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷി രീതിയാണ്? സെറികൾച്ചർ. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? കോർട്ടക്സ്. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം. ഓപ്ഷൻ എ. ആറ്റത്തിൻ്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യതയില്ലാത്തത് 3F. ഓപ്ഷൻ ഡി. ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്നത് ഫെറിക് സംയുക്തം. ഓപ്ഷൻ എ. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇരുമ്പ്. ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? നിയോൺ. ഓപ്ഷൻ സി. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ക്യാഷെ മെമ്മറി. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബയോമെട്രിക് സെൻസറാണ്. ഓപ്ഷൻ ഡി. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് മോസില്ല
ഫയർഫോക്സ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ എന്തു പറയും? ഓപ്ഷൻ ഡി പാൻ. മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനക്രമം ഓപ്ഷൻ എ അല്ലേ? കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി. 42 ആൻസർ ഇല്ല കേട്ടോ. കൊനേരുഹമ്പി ചെസ്സ്, സരസ്വതി സമ്മാനം സാഹിത്യം, തപ്പ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ്. കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന 2020 ജനുവരി 1 മുതലാണ്. PV സിന്ധു ബാഡ്മിൻ്റൺ. ഇന്ത്യയുടെ 2020-2021 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ജിംസ്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വുഹാൻ. പിന്നെ മാത്സിന് 51 ഓപ്ഷൻ എ 5, 52 ഓപ്ഷൻ സി 90, 53 ഓപ്ഷൻ ബി 1/5, 54 ഓപ്ഷൻ സി 16, 55 ഓപ്ഷൻ ഡി 40, 56 ഓപ്ഷൻ ബി 600, 57 ഓപ്ഷൻ ഡി 39 ഓപ്ഷൻ ഡി എ, 58 ഓപ്ഷൻ എ 9, 60 59 ഓപ്ഷൻ 58 ഓപ്ഷൻ എ 9, 59 ഓപ്ഷൻ സി 3, 60 ഓപ്ഷൻ ഡി 5050, 61 ഓപ്ഷൻ എ, 62 ഓപ്ഷൻ ബി, 63 ഓപ്ഷൻ ഡി, 64 ഓപ്ഷൻ സി, 65 ഓപ്ഷൻ ബി, 66 ഓപ്ഷൻ സി, 67 ഓപ്ഷൻ ബി, 68 ഓപ്ഷൻ ഡി, 69 ഓപ്ഷൻ എ, 70 ഓപ്ഷൻ ബി. പിന്നെ മെനി പീപ്പിൾ ഹാവ് ഡൈഡ്, ഒരു രോഗമൊക്കെ വരുവാണെങ്കിൽ ഓഫാണ്, ഡൈഡ് ഓഫ് ഓപ്ഷൻ എ. 72 ഐ സോ എ മാഡ് മാൻ എസ്റ്റർഡേ, പാസ്റ്റ് ടെൻസ് വേണം അല്ലേ? എസ്റ്റർഡേ അവിടെ വന്നിരിക്കുന്നുണ്ടോ? പാസ്റ്റ് ടെൻസ് ഓപ്ഷൻ ബി. ആൻ ഓണസ്റ്റ് പേഴ്സൺ 73 ആൻ ഓണസ്റ്റ് പേഴ്സൺ. 74 ഡസ് ഹി, സെൽഡം നെഗറ്റീവാണ്, അപ്പം പോസിറ്റീവ് ടാഗ് വേണം ഓപ്ഷൻ സി. 75 ഓപ്ഷൻ ബി വുഡ് കംപ്ലെയിൻ. 76 ഓപ്ഷൻ സി ഹാവ് നോൺ. 77 ഓപ്ഷൻ ബി ദ എൽഡസ്റ്റ്. 78 ഓപ്ഷൻ എ ആണ്, റാൻ ഇൻറ്റു. ഓപ്ഷൻ എ ഞാൻ അടയാളപ്പെടുത്താൻ വിട്ടുപോയതാണ് കേട്ടോ, റാൻ ഇൻറ്റു ആണ്. 79 ഓപ്ഷൻ എ ആണ്, ഹാസ് എ ടൈഗർ ബീൻ സീൻ ബൈ യു. 80 ഓപ്ഷൻ ഡി. 81 ഓപ്ഷൻ ഡി ഫ്ലവർ. 82 ഓപ്ഷൻ ബി ക്യൂർ. 83 ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ എ. 87 ഓപ്ഷൻ സി. 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ എ. 90 ഫോക്സ് പാസ് സോഷ്യൽ ബ്ലണ്ടർ ഓപ്ഷൻ സി ആണ്. ഇനി മലയാളം. പിഞ്ഞാണ വർഗം ഓപ്ഷൻ സി, പിഞ്ഞാണം പോലുള്ള വർണ്ണം, പിഞ്ഞാണ വർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചുരുക്കി പറയുക. വല്ലപാടും നേടിയ വിജയം, എങ്ങനെയെങ്കിലും നേടിയ വിജയം. പൂരണിത തദ്ധിതം, അക്കങ്ങൾ വരണം. പൂരണിതം വരുമ്പം അക്കങ്ങൾ വരണം, അപ്പം ഒന്നാമൻ ഓപ്ഷൻ ഡി. യഥാവിധി, വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം കയ്യാമം ഓപ്ഷൻ എ. പിരിച്ചെഴുതുക, കണ്ണീർ അധികം പാടം ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി. സന്തോഷദായകം, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷദായകം. 99 ഓപ്ഷൻ ഡി. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി. ഇത്രയാണ് ആൻസർ കീ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പാട് വന്നാലും എക്സാം അത്ര വലിയൊരു പാടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം എളുപ്പമുള്ള, സ്ഥിരമായി ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് എഴുതാവുന്ന കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. മാത്സ് ഈസിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ മലയാളവും എങ്ങനെ പോയാലും ഒരു 6 മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും മലയാളത്തിന്. പിന്നെ GK ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ഞാൻ പറഞ്ഞില്ല, ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോയിരുന്നെങ്കിൽ GKയിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ പറ്റുന്നൊരു പരീക്ഷ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫിസിക്കലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു കട്ട് ഓഫ് മാർക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർ ചോദിച്ചാൽ 60 മാർക്ക്
മതിയോ കയറാൻ? 60 മാർക്കൊക്കെ നല്ല കൂടിയ മാർക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. വലിയൊരു കട്ട് ഓഫ് മാർക്ക് വരത്തില്ല. നമുക്കറിയാം ഒരു ചവിട്ടുപടിയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടും, അപ്പോൾ കട്ട് ഓഫ് നമ്മുടെ കുറയും. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഓർത്തൊന്നും പേടിക്കണ്ട. നിങ്ങൾ പിന്നെ നെഗറ്റീവ് ഒന്നും വരുത്താതെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരിക തന്നെ ചെയ്യും, ഉറപ്പാണ് കേട്ടോ. പിന്നെ എന്തായാലും 50 കൂടുതലൊരു കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല. 50 താഴെ വരത്തുള്ളൂ. ഞാൻ പരമാവധി പറഞ്ഞാണ് കേട്ടോ. കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചൊന്ന് പറയുന്നതേ ഉള്ളൂ. അത്രയും കട്ട് ഓഫ് വരണമെന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. വലിയൊരു കട്ട് ഓഫ് വരത്തില്ല. സാധാരണഗതിയിൽ യൂണിഫോം തസ്തികകൾക്കൊന്നും കട്ട് ഓഫ് മാർക്ക് വളരെ കുറവാണ് വരുന്നത്. പിന്നെ എന്നാ പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ളൊരു ആദ്യത്തെ പരീക്ഷ, പ്രാഥമിക പരീക്ഷ, പ്രിലിമിനറി എക്സാം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ആരും പറയുന്ന കട്ട് ഓഫ് മാർക്കൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത എക്സാമിന് വേണ്ടി ശരിക്കും പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ നെഗറ്റീവ് ഒന്നും വരുത്താതെ എഴുതിയവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. എക്സാം എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ടാണ് തോന്നിയത്. എങ്കിൽ പോലും യൂണിഫോം തസ്തിക ആയതുകൊണ്ടും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് കൊണ്ടും, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലേ ഇനി, അപ്പം ഒത്തിരി പേര് അതിൽ തന്നെ പോവില്ലേ ഫിസിക്കൽ ടെസ്റ്റ് വരുമ്പോഴത്തേന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടും. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കുറവേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഓർത്ത് പഠിക്കാതെ ഒന്നും ഇരുന്നേക്കരുത്. എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, ഞാനിനി പഠിക്കണ്ട എന്ന് കരുതരുത്. പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കഷ്ടപ്പെടാതൊന്നും ഗവൺമെൻറ് ജോലി കിട്ടത്തില്ല കേട്ടോ. എത്ര ലക്ഷം കൊടുത്താൽ കിട്ടും ഒരു ജോലി? ഇല്ലല്ലോ. ആ ലക്ഷം കൊടുത്ത് നമ്മളൊരു ജോലി, ലക്ഷങ്ങൾ കൊടുത്താലാണ് ഒരു ജോലി കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്യാതെ നമുക്ക് ജോലി കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്കുള്ള പ്രതിഫലം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കും. നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ PSCയുടെ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇത് PSCയുടെ ആൻസർ കീ ഒന്നും അല്ലല്ലോ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഉടനെ തന്നെ PSC പബ്ലിഷ് ചെയ്യും. അത് ഈ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്